എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമിക വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് രേവതി വെച്ച് എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളോടെ? അമ്മേ, ഇവിടെ ഭയങ്കര വിശേഷങ്ങളൊക്കെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സന്തോഷമുള്ളെന്ന് പറഞ്ഞാൽ ഇന്ന് വല്യമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറയണം. ആണോ? ആഹാ, അങ്ങനെയാണെങ്കിൽ മോൾ ഇനി വേണം കരിക്കളൊക്കെ നീക്കാൻ അറിയാലോ എന്ന് പറയാണ്. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആകെപ്പാടെ ഇവിടെ ഒരു വീർപ്പുമുട്ടലാന്ന് പറയണം. ഇനിയിപ്പൊ എന്തിനാ വീർപ്പുമുട്ടല്? ദേവേനി അങ്ങോട്ട് വരാൻ പോവല്ലേ. ദേവേനി വന്നു കഴിയുമ്പോ പിന്നെ അറിയാലോ എന്തൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കണോന്ന്. അവരുടെ മനസ്സിലെ മാക്സിമം എരിപൊരി കയറ്റണം. പിന്നെ മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചെടുക്കണമെന്ന് പറയണം. അവർക്ക് നിന്നോട് കുറച്ച് സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നീ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം എങ്ങനെ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ വല്യമ്മ ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരട്ടെ, ആ നയനയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി കൊടുത്തതിന് പകരമായിട്ട് മോൾക്ക് ഞാൻ എന്റെ കുറെ സ്വർണം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് വേണം അതെങ്ങനെയല്ലോ ഒന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട്. ഒന്ന് പോയി സോപ്പിടണം എന്ന് പറയണം. അത് ശരിയാ. അപ്പോഴേക്കും വേണു ഒന്ന് രേവതിയോട് ചോദിച്ചു, ആരാ രേവതി വിളിക്കണേന്ന് ചോദിക്കുക. അതേ മോളാന്ന് പറയണം. ആഹാ, ഇങ്ങോട്ട് തന്നെ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം. പിന്നീട് വേണു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ആ കിളവിനും കിളവി ആദ്യം അവിടുന്ന് പോണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നീ അവിടെയുള്ള എല്ലാരും നീ കയ്യിലെടുക്കണം. നിന്റെ മേൽ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. അറിയാലോ, നമ്മുടെ പിടിച്ചുനിപ്പ് അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നീ അനിയെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഭാവിക്കണം. ഇത് കേട്ടത് അനാമയ്ക്ക് ദേഷ്യം വന്നു. വേറെ എന്ത് വേണമല്ലോ അച്ഛൻ പറഞ്ഞു, അത് മാത്രം എന്നോട് പറയരുത്. മോളെ, നിനക്ക് അവിടെ ഒരു പിടിച്ചുനിപ്പ് ഉണ്ടാണെങ്കിൽ ഇനി അത് മാത്രം വഴിയുള്ളെന്ന് പറയാം. ഇനി കുഴപ്പമില്ല അച്ഛാ, വല്യമ്മ വന്നിട്ടുണ്ടല്ലോ. വല്യമ്മ വന്നോണ്ട് ഇനിയിപ്പൊ പ്രശ്നമില്ല. അനി എന്തേലും പറഞ്ഞോണ്ട് വന്നാൽ പോലും വല്യമ്മ ഇനിയിപ്പൊ അവനെ വരച്ച വരെ നിർത്തിക്കൊള്ളൂ എന്ന് പറയാം. ശരി, എന്നാ വെച്ചേക്കാന്ന് പറഞ്ഞോണ്ട് കോള് കട്ട് ചെയ്യുവാണ് അനാമിക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പൊ ദേവേനി വരുമല്ലേ. ദേവേനി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, അധികം വൈകാതെ തന്നെ നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണമെന്ന് പറയാം. നയനമോക്ക് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. മകരവിളക്ക് വരെ ഇനി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? മലയ്ക്ക് പോണ സമയത്ത് നയനമോള് ഇവിടെ വേണ്ടേന്ന് മുത്തശ്ശൻ ചോദിക്കും. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ഇനിയിപ്പം മലയ്ക്ക് പോണ സമയത്ത് മോൾക്ക് ഇവിടെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദർശനോട് പറയാൻ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഇനിയിപ്പം അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ അവൻ കൂട്ടിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് മോൾക്ക് ഇത്രയും കൂടെ ഒന്നും സുഖമാകാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അത് ശരിയാ, ദേവേനി വന്നാൽ ദേവേനിക്കൊട്ട് ഇഷ്ടപ്പെടാനും പോകുന്നില്ല നയനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇപ്പൊ അത് നമ്മൾ നോക്കണ്ട വസുന്ധരെ. അതിന്റെ ആവശ്യം എന്താ? ദേവേന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? അവളുടെ സർജറി ഒക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അവളിപ്പോ പതുക്കെ പിച്ച വെച്ച് നടക്കാനും തുടങ്ങി, നയനമോളെ പോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇനി ആ കാര്യം നോക്കേണ്ട കാര്യമില്ല. നമ്മള് നയനമോൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാം. അവൾ ഈ കുടുംബത്തിലേക്ക് വന്ന ഐശ്വര്യമാണ്. അവളെ നമ്മൾ ഒരു കാരണവശാലും അകറ്റി നിർത്താൻ പാടില്ല. അവൾ ഈ കുടുംബത്തിലാണ് കാണേണ്ടതെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വന്നു. ആദർശനോട്, അല്ലടാ മോനെ, ഇന്ന് നിന്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുമല്ലേന്ന് ചോദിക്കാം. അത് മുത്തച്ഛ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയാം. പിന്നെ അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ. നീ നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഇനി അധികം വൈകിപ്പിച്ചു കൂടാന്ന് പറയാം. അത് പിന്നെ മുത്തച്ഛ, മകരവിളക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞേ. അത് അമ്മ പറഞ്ഞല്ലേ. നയനമോൾക്ക് വരാൻ ഇങ്ങോട്ട് ഇഷ്ടമാണെങ്കിൽ, അവൾക്ക് സുഖമാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം. അല്ല, അവൾക്ക് കുറച്ചുകൂടെ ഭേദമാവാതെ. അത് ശരിയാന്ന് മുത്തശ്ശി പറയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ നോക്കാനായിട്ട് ആരാ ഉള്ളത്? ഈ പറയുന്ന നമ്പിക്കാണെങ്കിൽ അത് പറ്റില്ല, എന്നെ കൊണ്ടാണ് സാധിക്കില്ലോ. അവിടെയാണ് പിന്നെ കനകയും ഗോന്ദനും ഒക്കെ ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയാ മതിയായിരുന്നു. പക്ഷെ എങ്കിൽ അവളുടെ വീട്ടുകാർ ഇങ്ങോട്ട് വിടുമെന്ന് എനിക്ക് തോന്നില്ല, അവളുടെ അച്ഛനും അമ്മയൊക്കെ. കാരണം അവർക്ക് നല്ല വിഷമമുണ്ട് അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും ജോലികൾ ചെയ്തോ എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ. അതിനേക്കാൾ ഉപരി അവർക്ക് ടെൻഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്തേലും പറയുവാന്നാ. അമ്മയാണെങ്കിലും ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും കുത്തി നോവിക്കാനായിട്ട് മിടുക്കനാണല്ലോ. ഇപ്പൊ ആ പോരാത്തന് ആ കൂടെ ഇളയമയെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ മുത്തശ്ശ. അതുകൊണ്ടൊരു പേടിയുണ്ടെന്ന് പറയാണ്. എന്നും പറഞ്ഞോണ്ട് അവളെ എല്ലാ ദിവസവും അവിടെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യമൊന്നുമില്ല. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ശരി, അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണോടെ മോനെ. ഇനി അപ്പൊ അവിടെ നിർത്തണ്ടെന്ന് പറയാണ്. ആദർശോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ, ഇനിയിപ്പം മലയ്ക്ക് പോയിട്ട് വന്നിട്ടാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയാണ്. ഇങ്ങനെ ആദർശ് അങ്ങോട്ടൊക്കെ പോവാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ദേവേനെ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസമാണ്. അങ്ങനെ ദേവേനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സൈക്കാട്രിസ്റ്റിന്റെ ഉപദേശമൊക്കെ തേടിയിട്ട് വേണം ദേവേനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നീട് ദേവേനയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ
ഒരു കൗൺസിലിംഗ് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആദർശിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ. ആദർശിനോട് സ്നേഹം മൂത്ത് കഴിഞ്ഞപ്പോ ഒറ്റ മോനല്ലേ, അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ദേവയാനിക്ക്. അതിനിപ്പോ പെട്ടെന്നൊന്നും അങ്ങനെ മാറാൻ പോകുന്നില്ല. അതാണ് മരുമകളെ കണ്ടെടുത്താ കാണാത്തെ. ആദർശ് ഇപ്പൊ നയനെ സ്നേഹിക്കുന്ന കണ്ടപ്പോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ എന്നൊരു ചിന്ത ദേവയാനിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായി. പിന്നീട് ജയനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് ജയൻ പറഞ്ഞു, അതൊക്കെ ശരിയാ സാർ, പക്ഷെ ഒരു കാര്യമുണ്ട്. എത്ര നാളെന്ന് വെച്ചാ സ്വന്തം മരുമകളെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? കരള് ദാനം ചെയ്തത് അവളാന്നുള്ള കാര്യം ഇതിനായിട്ടും ദേവേനിക്ക് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം അറിയിക്കണം. അവരുടെ മനസ്സ് മാറാനായിട്ട് അങ്ങനെ എന്തെങ്കിലും കാരണം വേണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സ് മാറത്തില്ല. തന്റെ ജീവൻ രക്ഷിച്ച നയനയാന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അവർക്ക് മനസ്സിന് മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരണം. നമ്മള് ആ മനസ്സിന് കുറച്ച് മാറ്റിയെടുക്കാനുണ്ടെന്ന് പറയണം. ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഉപദേശം ഇടയ്ക്കിടയ്ക്ക് തേടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് പലരും ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടല്ല, അവരുടെ മനസ്സിനൊരു നിയന്ത്രണം കിട്ടാതെ വന്നു കഴിയുമ്പം ആരുടെയും ഒരു ഉപദേശം വേണ്ടി വരുമ്പം അവർ വന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടുന്ന വിധം കൗൺസിലിംഗും കൊടുക്കാറുണ്ടെന്നൊക്കെ പറയാം. പിന്നീട് ദേവയാനിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേനും അനാമിയൊക്കെ ഓടി ചെല്ലുന്നുണ്ട്. ഭയങ്കര എന്തോ ഒരു സംഭവം എന്നുള്ള രീതിയില്. ഇനിയിപ്പം വെല്ലിമേനെ ഇങ്ങനെ ഒട്ടി നിന്നിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാതെ മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പൊ വെല്ലിമേനെ തട്ടിമുട്ടി നിന്നാൽ തനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുള്ളൂ അനാമിക്ക് നന്നായിട്ടറിയാം. പിന്നീട് ദേവയാനി അങ്ങോട്ട് കൊണ്ടേ മുറിയിലേക്ക് കൊണ്ടേ കിടത്തുവാണ്. കിടത്തി കഴിഞ്ഞപ്പം ജാനകിയും ജലജ എല്ലാരും കൂടെ വരുന്നുണ്ട്. പിന്നീട് എല്ലാരും ചുറ്റും കൂടി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ദേവയാനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴൊരു സമാധാനമായത്. ദേവയാനി പറഞ്ഞു, ഓ ഇത്തരം ദിവസം അതിനകത്ത് കിടന്നിട്ട് എന്തൊരു വീർപ്പുമുട്ടലായിരുന്നറിയാവോ. ഇവിടെ വന്ന് എല്ലാരും ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാ ഒരു സമാധാനമായെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട് ദേവയാനി, ഇപ്പൊ കുറവുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല അച്ഛാ, എന്താണെങ്കിലും ദൈവകൃപയാല് രക്ഷപ്പെട്ടു പോന്ന് പറയാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷ പോലും ഇല്ല ആ വേദനയൊക്കെ വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയൂന്ന്. എന്തായാലും ദൈവം ഉണ്ടായിരുന്നു പറയണം. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല. ഇവിടെ എല്ലാരും അത്രമാത്രം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവരല്ലേ. പോരാത്തേന് ആദർശനാണെങ്കിലും ജയനാക്കാണെങ്കിലും മലിക്കുവാനായിട്ട് മാലയിട്ടിരിക്കുമല്ലേ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും, അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടെ. ഇത് കേട്ടതും ദേവേനോട്, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്കിത് കലയ്ക്ക് തന്നവരുണ്ടല്ലോ, ഒരു കാലത്ത് ഗതി പിടിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ തൽക്കാലത്തേക്ക് ഞാനത് വിട്ട് കളഞ്ഞതാ. എന്താണെന്നറിയാവോ, ഈ വീട്ടിൽ പോലീസ് വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തറിഞ്ഞ നാണക്കേടാം. അതിൽ പരമൊന്നും വേറെ വരാനില്ല, അതുകൊണ്ട് മാത്ര. അല്ലെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഇതാരാ ചെയ്തേന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കുടുംബത്തിലൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെറുതെ വിട്ട. പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എന്തേലും സംഭവിച്ചാല് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കും. ആരെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടോണ്ട് അവിടെ വന്ന് അനാമിക ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാനെ, തന്റെ കള്ളത്തരം എങ്ങനെ പിടികൂടിയ ആ സെക്കൻഡ് താന് ഈ വീട്ടിൽ നിന്ന് പുറത്താ. അത് മാത്രല്ല, കിട്ടാന്ന് വെച്ച സ്വർണവും പോവും, എല്ലാം പോവും. അതുകൊണ്ട് ഇനി ഇത്ത കളികളൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം കളിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തനിക്കിട്ടുള്ള പാരയാവുന്നുള്ള കാര്യം അനാമിക്ക് മനസ്സിലായി. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശനും കുറെ സമയം സംസാരിച്ചിരുന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോണേ. ആ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ കയറി വന്ന് ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. ഓ നീയോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ ഇപ്പൊ അമ്മായിക്ക് എങ്ങനെയുണ്ട്? ഓ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നു വീഴേണ്ടിയിരുന്നേ. അങ്ങനെയാണ് ഇപ്പൊ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോയി നീ ഇവിടെ കണ്ടേനം. നിന്റെ അനിയത്തി വെച്ച പണിയല്ലേ, പക്ഷെങ്കില് അതെനിക്കിട്ടാ വന്ന് കൊണ്ടേന്ന് പറയാണ്. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, എന്റെ അനിയത്തി അങ്ങനെയും ചെയ്യത്തില്ല. നായന ഒരിക്കലും അങ്ങനെ പാലിനകത്ത് വിഷം കലക്കൊന്നും തരത്തില്ല അമ്മായി. അതൊക്കെ അമ്മായിയുടെ വെറും തോന്നല് മാത്രമാണെന്ന് പറയാം. ഓ നീയല്ലല്ലോ ഇപ്പൊ അനിയത്തിക്കല്ലേ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, എനിക്ക് ദൈവകൃപ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല. പിന്നെ കരള് പകത്ത് നൽകാണ്ട് ഒരു കൃത്യസമയത്ത് ഒരു പെൺകുട്ടി വന്നായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ നിന്റെ അനിയത്തി എങ്ങനെ വായിരുന്നെങ്കിൽ 7 അയലക്കത്തേക്ക് പോലും അടുക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും നമ്മയ്ക്ക് പറയണമെന്നില്ല ഉണ്ടായിരുന്നു, എന്റെ അനിയത്തി കാരണം ഇപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കുന്നേന്ന്. പക്ഷേങ്കിൽ പറയാൻ വന്നങ്ങോട്ട് വിഴുങ്ങി. പുറത്ത് പറയലെന്ന് കർശന നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് മാത്രം കൂടുതലായിട്ടൊന്നും നവി സംസാരിക്കാൻ പോയില്ല. നവി പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. പിന്നീട് അനാമിക ദേവേനെ കണ്ട് മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ദേവേനോട് പറഞ്ഞു, അതെ വെല്ലുമ്മയുടെ പക്കപ്പിറന്നാളല്ലേ, വെല്ലുമ്മയുടെ പക്കപ്പിറന്നാൾ ഞാനും ഒരു നേരം എടുക്കുന്നുണ്ടെന്ന് പറയാ. വെല്ലുമ്മയ്ക്ക് ദീർഘായുസ് കിട്ടാനും നല്ലത് വരാനൊക്കെ വേണ്ടിയെന്ന് പറയണേ. മോൾക്ക് വയെങ്കിൽ അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു പറയണേ. പിന്നെ എത്ര വയെന്ന് പറഞ്ഞാലും വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിത് എടുക്കൂന്ന് പറയാ.
മോൾ ഇതൊക്കെ എടുക്കും, പക്ഷെ എന്റെ മരുമോളെന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവൾ അതൊന്നും എടുക്കത്തില്ലെന്ന് പറയാം. അത് ശരിയാ വല്യമ്മ പറഞ്ഞേ, അവൾക്ക് അതിന്റെ ആവശ്യമില്ലോ, അവൾ എടുക്കത്തില്ല. വല്യമ്മയുടെ ആയുസ് എത്രയും പെട്ടെന്ന് പോകണമെന്നല്ലേ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അതിനു വേണ്ടില്ല അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേന്ന് ചോദിക്കും. എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതല്ല, ഇത്രയൊക്കെ അവൾ ചെയ്തിട്ടും അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശി ആ സ്വർണം കൊണ്ടേ കൊടുത്ത എന്താന്നാ, പോരാത്തിന് ആദർശനും വലിയ വീടും എടുത്തു കൊടുത്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ വല്യമ്മേ, എനിക്ക് അത് മാത്രം മനസ്സിലാകുന്നില്ലെന്ന് പറയാം. എന്റെ മോളെ, അണയാൻ പോകുന്ന തീ ആളെ കത്തുന്നല്ലേ പറയണേ, അപ്പൊ അതുകൊണ്ടായിരിക്കും. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇവിടെ സൂചിച്ച് ജീവിക്കാൻ ഓർത്ത് വരുമായിരിക്കും. ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിർത്താൻ പോകുന്നില്ല. ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടത് അനാമയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ. ഇവരുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി എരിവരി കയറ്റി കൊടുക്കുവാണെങ്കിൽ കുറെ സ്വർണം കൂടെ തനിക്ക് മേടിച്ചെടുക്കാം. അങ്ങനെയൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് അനാമിക അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വന്നു. അനാമികനെ നോക്കി. ഇവള് മിക്കവാറും ഒരു നേരം എടുക്കാനായിട്ട് വഴിയില്ല. ഇവളെല്ലാവരുടെ മുമ്പ് വലിയ വീമ്പുറത്താനം പറഞ്ഞു നടത്താലും മിക്കവാറും ഇവൾ എന്തെങ്കിലുമൊക്കെ അടുക്കള കയറി കട്ട് ചെയ്യാൻ വഴിയുണ്ട്. ഇവളെ ഒന്ന് വാച്ച് ചെയ്യണം. ഇവളുടെ കള്ളത്തര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കയ്യോടെ പിടികൂടണം എന്നൊക്കെ വിചാരിക്കുകയാണ് നവ്യ. പിന്നീട് അനി മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ദേവാനി അനിയോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. അല്ലെങ്കിലും നീ ഇതെന്ത് കണ്ടിട്ടാണത് അനാമിക മോളെ അകറ്റി നിർത്തിയിരിക്കുന്നേ? അവള് നിന്റെ ഭാര്യയല്ലേ, പാവം കൊച്ച്. അവൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്നറിയാവോ? അവൾ വന്നിട്ട് വിഷമങ്ങളും വേദനകളൊക്കെ എന്റെ അടുത്താ പറയണേ. നിനക്ക് എന്താ ഇനി ഇങ്ങനെ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണ് തന്നെയാണോ, ആ നന്ദു തന്നെയാണോന്ന് ചോദിക്കും. ഇത് കേട്ടതും എനിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പിന്നെ വല്യമ്മ ആയതുകൊണ്ട് മാത്രം അനി പറഞ്ഞു, അതെ അതുകൊണ്ടൊന്നും അല്ല വല്യമ്മേ, എനിക്ക് എന്റെ മനസ്സിൽ അവളൊന്നും ഇല്ല. പക്ഷേങ്കില് അനാമികയുടെ സ്വഭാവം വല്യമ്മയ്ക്ക് മനസ്സിലാകത്തോണ്ടാ ഞാനും അവളും കൂടെ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്നിച്ചു പോയിട്ടില്ല. കാരണം എന്താ, ഞാൻ അങ്ങോട്ട് അടുക്കാൻ ചെല്ലുന്തോറും അവളാണെങ്കിൽ എന്നെ കടിച്ചു കീറുന്ന സ്വഭാവം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുക. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവേന പറഞ്ഞു, എടാ മോനെ, അതെന്താണെന്നറിയാവോ, നിന്റെ മനസ്സിൽ നന്ദു ഉണ്ടെന്നോർത്താ ഇപ്പോഴും അവൾ ഇരിക്കുന്നേ. അതുകൊണ്ടാണ് അവളെ എങ്ങനെയൊക്കെ ചെയ്യുന്നേ. അത് മാറ്റേണ്ട നീയാണ്. അവളുടെ മനസ്സിൽ ഇപ്പം മനസ്സിൽ നിന്ന് അത് മായച്ചു കളയേണ്ട ആള് നീയാണ്. നീ സ്നേഹം കൊടുത്ത് അവളെ ചേർത്ത് പിടിക്കണമെന്ന് പറയാം. ചേർത്ത് പിടിക്കാൻ അങ്ങ് ചെന്നാലും മതി എന്ന് പറയാണ്. അല്ല, നീ എന്തിനാ എപ്പോഴും എപ്പോഴും നയനയുടെ അടുത്തേക്ക് പോകുന്നേ? അവളുടെ പരാതി അതാണല്ലോ. അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. വല്യമ്മേ, ഞാൻ നന്ദുവിനെ കാണാൻ പോകുന്നതെന്ന് അവളുടെ പരാതി. പക്ഷെ അതൊന്നും അല്ല, ഞാൻ നയനടുത്തേ കാണാൻ പോകുന്ന. എടാ, അതിനിപ്പോ അവളെ കാണാൻ പോകേണ്ട കാര്യം നിനക്കെന്താ? അവൾക്കെന്താ എന്നെ പോലെ വല്ല വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? നീ എന്തിനാ എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ നയനടുത്ത് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ നയനടുത്തേക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ലോ. വല്യമ്മയല്ലേ പറഞ്ഞ് മകരവിളക്ക് കഴിയാതെ വരണ്ടെന്ന് പറഞ്ഞേ. അതുകൊണ്ടാ. പിന്നെ ഇടയ്ക്ക് നയന ഈ വീട്ടിലെ മൂത്ത മരുമോളല്ലേ, അപ്പൊ നയനടുത്തിനെ ഇടയ്ക്ക് പോയി കാണണമല്ലോ, അതൊക്കെയാന്ന് പറയണ. പക്ഷെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല ദേവേനിക്ക്. ദേവേനി പറഞ്ഞു, അത്ര നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നന്ദു അവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ നന്ദു ഉള്ളിടത്തോളം കാലം നീ അങ്ങോട്ട് പോവരുതനി. അത് വീണ്ടും നിന്റെ അനാമികയുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കത്തുള്ളൂ പറയണം. ഇത് കേട്ട അനി പറഞ്ഞു, അതെ അവളെ പേടിച്ച് എനിക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടം മാത്രമേ ചെയ്യുള്ളൂ വല്യമ്മയെന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ആദർശൻ അനിയെ കാണാൻ ചെല്ലുന്നുണ്ട്. പിന്നീട് വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച് അമ്മേനെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നയന പറഞ്ഞു, ഒരുപക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കില്ലേ ആദർശേട്ടാ? ദേഷ്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയാ. അത് ശരിയാ. പോരാത്തന്നെ അവിടെ എരിവരി കയറ്റി കൊടുക്കാനായിട്ട് അനാമികയും അപ്പച്ചി ഇളയമ്മയൊക്കെ ഉണ്ടല്ലോ. എല്ലാരും കൂടെ ചേർന്ന് കഴിയും പിന്നെ പറയേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് വന്ന കനക പറഞ്ഞു, അത് ശരിയാ മോനെ. അതുകൊണ്ട് ഞാൻ എന്താളും ഒരു കാര്യം തീരുമാനിച്ചു. നയനമോൾക്ക് ശരിക്കും കുറയട്ടെ. ശരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തീരുമാനിക്കണം അങ്ങോട്ട് വരണോ വേണ്ടോന്ന്. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെ അങ്ങനെയൊന്നും പറയല്ലമ്മേ. ഇതേ മുത്തശ്ശനും മുത്തശ്ശിക്ക് എല്ലാരും ഞങ്ങളെല്ലാം കാത്തിരിക്കുക ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്നാ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞേക്കെന്ന് പറയാണ്. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടേ ഇനിയുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ദേവേനി ഒരിക്കലും എന്റെ മരുമകളെ എന്റെ മോളെ ഇതുവരെയായിട്ടും അവരുടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇനിയെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ ഒരു വേലക്കാരിയായിട്ട് അങ്ങോട്ട് വിടാനായിട്ട് ഞങ്ങൾക്ക് ഒരുക്കമല്ല എന്നൊക്കെ പറയാം. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അതെ അങ്ങനെ പറയരുത് കനകെ. കാരണം അവര് മാത്രമല്ല അവിടെ ഉള്ളത്. ഈ പറയുന്ന നയനമോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശമോനും എല്ലാരും ഉണ്ട്. അവരൊക്കെ എന്താണെങ്കിലും നയനമോളെ പൊന്നുപോലെ നോക്കുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ആദർശമോനെ, ഒരു കാര്യം നീ ചെയ്യണം. ഇനി അങ്ങോട്ട് നയനമോള് വന്നാലും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവളെ ഞാനവിടെ നിർത്തില്ല. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള വഴിയൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശം, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ. ഇവൾക്ക് ഞാൻ പൊന്നുപോലെ നോക്കിയാളാം. ഇവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. അതിനുള്ള വഴിയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാം. വീട്ടിലിരുത്തിയാലേ കുഴപ്പമുള്ളൂ. അതിനിവളെ ഞങ്ങൾ ഇനി വീട്ടിലിരുത്താൻ പോകുന്നില്ല. ഞങ്ങളിവിടെ
ജ്വല്ലറിയിലേക്ക് കൊണ്ടാൻ പോവാ. ഇവളെ അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് നിയമിക്കാനാ മുത്തശ്ശന്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട നയന പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, എനിക്ക് അതാ ഇഷ്ടം എന്ന് പറയണം. അതൊക്കെ ഞങ്ങളല്ലേ ഇനി തീരുമാനിക്കുന്നേ, ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. ഈ സമയം ഒരു നേരം ഇവിടുത്തെ അനാമയ്ക്കാണെങ്കിൽ ഇരിക്കപ്പുറതി ഇല്ലാതായി. വല്ലാത്തൊരവസ്ഥ. വിശപ്പ് വന്നു കഴിയുമ്പോഴത്തേന് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ. പക്ഷെ നവ്യയോട് ഒരു നേരം എടുക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവ്യ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. നവ്യ എന്ത് ചെയ്യാണ്? അനാമിക ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്ന് ഫുഡ് വെച്ച് അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഓ, എന്ത് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമിക്ക് സഹിച്ചില്ല. വിശന്നിട്ടാണ് കുടല് കത്തിക്കൊണ്ടിരിക്കുക. അനാമിക ദേഷ്യപ്പെട്ട് ചാടത്തുള്ളി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് നവ്യ പോയതിന് ശേഷം അനാമിക അങ്ങോട്ട് വന്നു. പതുക്കെ അടുക്കളയിലേക്ക് പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റി കഴിക്കണം. ഇനി ഇത്ര സമയം വിശപ്പൊന്നും സഹിച്ചിരിക്കാൻ പറ്റില്ല. ആരും കാണാതെ കഴിച്ചാൽ മതി. ഒരു നേരം ആണെന്ന് പറയുകയും ചെയ്യാം. അല്ലെങ്കിലും അവർക്കൊക്കെ വേണ്ടി ഒരു നേരം എടുത്തിട്ട് തനിക്ക് എന്ത് കിട്ടാനായിട്ടാ? പട്ടിണി ഇരുന്ന് ഒരു നേരം എടുക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്ന് കരുതിയിട്ട് അടുക്കളയിലേക്ക് എന്നിട്ട് എന്തേലും ഉണ്ടോന്ന് മൂടിയൊക്കെ തുറന്നു നോക്കുവാണ്. ആ സമയത്താണ് നവ്യ ഇങ്ങോട്ട് വരുന്നത്. നവ്യ കണ്ട് ഈ കാഴ്ച, ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് അവൾക്കൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.